വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയർ. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? എന്നെ പരിചയം ഉണ്ടോ? ഞാൻ പുതിയൊരു സാറല്ല, മുമ്പ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മള് അടിപൊളിയായിട്ട് നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പഠിക്കാൻ വേണ്ടി പോവാണ്. വെറുതെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, ആ ക്വസ്റ്റ്യൻസിന്റെ കോൺസെപ്റ്റ് കൂടെ നമ്മൾ ഈ ഒറ്റ ക്ലാസ് കൊണ്ട് ക്ലിയർ ചെയ്യും. അപ്പൊ ക്ലാസ് കാണുന്നതിന് മുന്നേ തന്നെ എന്റെ പൊന്നു മക്കള് മുത്തുമണികൾ കമന്റ് സെക്ഷനിൽ എന്ത് ചെയ്യണം? ക്ലാസ് കാണുന്നതിന് മുമ്പ് എങ്ങനെ അഭിപ്രായം പറയാം, അല്ലെ? അങ്ങനല്ല, ക്ലാസ് കാണുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് അടിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ക്ലാസ് തരാനുള്ള ഓരോ മോട്ടിവേഷൻ നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റ്സും ആണ്. അപ്പോ നമുക്ക് ക്ലാസ് തുടങ്ങാം. ആർ യു റെഡി? തുടങ്ങാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ, ഒറ്റ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. സാമാന്തരികം ഒന്നും കേട്ടിട്ടുണ്ടോടാ? അതായത് പാരലോഗ്രാംസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഈ സാമാന്തരികത്തിന്റെ ഒരു ക്യാരക്ടർ ഒന്നല്ല, ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഞാനൊന്ന് വായിച്ചുതരാം. കുഞ്ഞോനെ ഇങ്ങോട്ട് കേക്ക് പറഞ്ഞുതരാം. ചിത്രത്തിൽ സാമാന്തരികത്തിനകത്ത് ഒരു എന്തല്ല വായിക്കുന്നത്? ചിത്രത്തിൽ സാമാന്തരികത്തിനകത്ത് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ത്രികോണത്തിന്റെ കോണളവ് കണ്ടുപിടിക്കാൻ. എ ട്രയാങ്കിൾ is drawn inside the parallelogram in the figure. Calculate the angles of the triangle. ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് കാണാനാണ് പറഞ്ഞത്. ത്രികോണത്തിന്റെ കോണളവ് ഏടാണോ ത്രികോണള്? എന്താ ഈടെ ഇതാണ് ത്രികോണം. ഇതിന്റെ ആംഗിൾസ് ഒന്ന് ഇത് കാണണം, ഒന്ന് ഇത് കാണണം, ഒന്ന് ഇത് കാണണം. ഈ മൂന്ന് ആംഗിൾസ് കണ്ടാൽ നിങ്ങൾക്ക് ഒരേ പൊളി ഫുൾ മാർക്ക്. തെറ്റല്ലടാ? ഇതാ കണ്ടോ, ഞാൻ അങ്ങനെ കാണുന്നു. നോക്ക്, രണ്ട് ക്യാരക്ടേഴ്സ് നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്നാമത്തെ ക്യാരക്ടർ എന്താടാ എന്ന് ചോദിച്ചാൽ ഈ ആംഗിൾ 110 ആണ്. അതുപോലെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇതാ കാണുന്നില്ല നിങ്ങൾ, 110 ആണ്. ഇവിടെ നിങ്ങൾ ഒരു കഷ്ണം 60 തന്നിട്ടുണ്ട്. മനസ്സിലാക്കി വെച്ചോ. ഒരു സാമാന്തരികത്തിന്റെ, ഒരു പാരലോഗ്രാമിന്റെ എതിർകോണുകൾ, എതിർവശങ്ങൾ, എതിർകോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നാണ് പറയാം. എതിർകോണുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് 110 ആണെങ്കിൽ ഇത് എത്ര വരും? 110 അല്ലെ? ഇത് 110 തന്നിട്ടുണ്ട്. ഇവിടെ 60 ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ കൂട്ടിയാലാണ് ഈ കോണളവ് വരിക 110. ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ പറയണേ. ഇത് 110 ആണ്, അപ്പൊ ഇത് മുഴുവൻ 110 വരാം. ഇത് 60 ആണെങ്കിൽ ബാക്കി 110 ആവാൻ എത്ര വേണ്ടി വരും? ഒരു 50 വേണം. അപ്പൊ അവിടെ 50 എഴുതി കൊടുക്കുക. കണ്ടോ, ഒരേ പൊളി സെറ്റ് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കടാ, ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. 110 കിട്ടി, 60ഉം 50ഉം കൂട്ടുമ്പോൾ ഇത് 110 ആയി. അപ്പൊ എതിർ കോണുകൾ തുല്യമായിരിക്കും. ഇനിയിപ്പോ ഈ എതിർ കോണുകളും തുല്യമായിരിക്കും. ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. എന്താ മോനെ, സെറ്റ് അല്ലേ? അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരു ഐഡിയ പറഞ്ഞു മനസ്സിലാക്കി വെച്ചോ. ഇത് 110 ആണെങ്കിൽ ഇവിടെയുള്ള ഈ കോണും കൂടെ കൂട്ടുമ്പോൾ 180 ആയിരിക്കും. 180. അതായത് അഡ്ജസൻസ് ഉള്ള, അതായത് അടുത്തടുത്ത് കിടക്കുന്ന ആംഗിൾസുകളുടെ സമ്മ് തുക 180 ആയിരിക്കും. ഇത് 110 ആണെങ്കിൽ എത്ര വരിക? 70. അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ ഇതും നിങ്ങൾ പഠിച്ചു വെക്കണേ. ഇത് 110 ആണ്. നിങ്ങൾക്കറിയാം, ഇത് കൂട്ടിയാൽ 110 ആണ്. ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്ര വരും? സമ്മ് 180. അതപ്പൊ ഞാൻ പറഞ്ഞത്. അതായത് ഈ രണ്ട് ആംഗിൾസുകൾ കൂട്ടിയാൽ 180 ആണ്. ഇവിടെ ഇതും കൂട്ടുമ്പോ 110 ആണ്. ഇവിടെ ഒരു 30 കൂടുണ്ട് അല്ലെ? 30നോടല്ലേ 110 ഇവിടെ ആയി. ഇത് രണ്ടും കൂട്ടുമ്പോ 110 ആയി. 30ഉം കൂടെ കൂട്ടി എത്രയായി? 140. ബാക്കി 180 ആവാൻ 140നോട് എന്ത് ചെയ്താൽ മതി? ഈ 40 കൂട്ടി കൊടുത്താൽ മതി. ഒരേ പൊളി സെറ്റ്. ഇനി നിങ്ങൾക്ക് അറിയാം, ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സമ്മത്രയാ ത്രികോണത്തിന്റെ കോണുകളുടെ തുക 3 കോണുകളുടെയും കൂടെ കൂട്ടിയാല് 180 ആയിരിക്കും കിട്ടുക. ഇവിടെ 50 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്. 50ഉം 40ഉം കൂട്ടിയാൽ 90. ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, ഈ കോണളവ് എത്രയ്ക്ക് ഇപ്പൊ എത്ര വരിക അല്ലെ? 50ഉം 40ഉം 90. 180 ആവാന് ഒരു 90 കൂടെ കൂട്ടണം. ദാറ്റ് ഈസ് 90 ഡിഗ്രി. ശരിക്കും ഇത് ഈ 90 വരുന്നോണ്ട് ഇത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും കേട്ടോ. അതും കൂടെ പഠിച്ചു വെച്ചോ. റൈറ്റ് ട്രയാങ്കിൾ, മട്ട ത്രികോണമായിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു ത്രികോണം. ഒരേ പൊളി. അപ്പോ രണ്ട് കോൺസെപ്റ്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? എതിർ കോണുകൾ തുല്യമായിരിക്കും. അതേതൊക്കെ ആവാം? ഇതും തുല്യം, ഇതും തുല്യം. സമീപത്തെ വശങ്ങൾ കൂട്ടിയാൽ 180. ഇതും കൂട്ടിയാൽ 180, ഇതും കൂട്ടിയാൽ 180. നമുക്ക് 60, 50, 110, 40, 30, 70. 110, 70 കൂട്ടിയാൽ 180 തന്നെ സെറ്റ്. അപ്പൊ ഒരേ പൊളി. ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇനിയും അഡ്മിഷൻ എടുക്കാത്തവർ നിർബന്ധമായിട്ടും ഇനി ആപ്പിൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരുപാട് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ വിജയ സൈനിങ് ഓഫ്. മറക്കണ്ട, ഫീഡ്ബാക്കുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അറിയിക്കണം. ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഇറ്റ്സ് മീ വിജയ സൈനിങ് ഓഫ്. കാണണം.